നല്ല രുചിയുള്ള കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ. ഇതിനായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പ്രോൺസിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി എന്നിവയെല്ലാം ചേർത്ത് നന്നായി തിരുമ്മി വയ്ക്കുക. ഇതിലേക്ക് കൊച്ചുള്ളി, ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതാണ് ചേർക്കുന്നത്. കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നല്ലപോലെ തിരുമ്മി പിടിപ്പിച്ച് വയ്ക്കുക. ഇതിലേക്ക് വറുത്ത് ഇടാനായിട്ട് നമുക്ക് കുറച്ച് തേങ്ങാ കൊത്തുകൂടി വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഈ കൊഞ്ച് നമുക്ക് വറുത്ത് മാറ്റി വയ്ക്കാം. നന്നായി ഫ്രൈ ആകുന്നത് വരെ വറുത്ത് മാറ്റി വയ്ക്കുക. കരിഞ്ഞു പോകാതെ ഇളക്കി മാറ്റിയെടുക്കുക. തിരിച്ചും മറിച്ചും നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. വറുത്ത കൊഞ്ചെല്ലാം ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ഇട്ട് നന്നായി വഴറ്റുക. ഇത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടി വഴറ്റിയെടുക്കുക. ഒരു 2 ടൊമാറ്റോ കൂടി അരിഞ്ഞു വയ്ക്കാം. അതും ഇതിൻ്റെ കൂടെ ചേർത്ത് ഇളക്കിയെടുക്കുക. ഇത് നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന പ്രോൺസ് കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ തേങ്ങാക്കൊത്ത് വറുത്തതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് ഇളക്കി എടുക്കുക. കുറച്ച് കറിവേപ്പില കൂടെ അതിൻ്റെ കൂടെ ഇട്ടറി കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടി കൂടി അവസാനം ഇതറി കൊടുക്കുക. ഇങ്ങനെ നമുക്ക് നല്ല സ്വാദിഷ്ടമായ കൊഞ്ച് റോസ്റ്റ്, പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്.